Hi, welcome to this tutorial on how to use our LMS application. So initially നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് SLBS LMS എന്ന് പറഞ്ഞ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ആപ്ലിക്കേഷൻ മുകളിൽ വരും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഇന്റർഫേസ് ആണ് ആദ്യം ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ ഇനീഷ്യലി നമുക്ക് ആ ഒരു സൈൻ ഇൻ പേജ് വരും. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ഏത് ഫോൺ നമ്പർ ആണോ ആ ഫോൺ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ദെൻ പാസ്വേഡ് കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മൾ ലോഗിൻ ആസ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കാം. ദെൻ ലോഗിൻ ആസ് സ്റ്റുഡൻറ്റ് കൊടുക്കാം, സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, സോ ഓൾറെഡി നമുക്ക് പാസ്വേഡും അതേപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പറും എല്ലാം നമുക്ക് വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരും. ദെൻ നമുക്ക് ഇൻ്റർഫേസ് ഫസ്റ്റ് നമുക്ക് വരുന്ന ഒരു ഹോം പേജ് ആണിത്. നമുക്ക് ഏത് കോഴ്സിലാണോ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ഓവർവ്യൂ നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ ഇവിടെ ഇപ്പോൾ എനിക്ക് പൈത്തൺ ഫുൾ സ്റ്റാക്ക് എന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളും അതിൻ്റെ താഴെ അറ്റൻഡൻസിൻ്റെ ആ ഒരു സ്കെയിൽ ബാറും ഒക്കെ എനിക്ക് കാണാൻ പറ്റും. ദെൻ ഇപ്പോൾ ഇതിൽ നമുക്ക് അറ്റൻഡൻസ് ഇപ്പോൾ 0 അറ്റൻഡൻസ് ആണ്. ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു അറ്റൻഡൻസ് ബാറിൽ നമുക്ക് എത്ര ദിവസത്തെ ക്ലാസ് ആണ്, അതേപോലെ തന്നെ എത്ര ദിവസം നമ്മൾ അറ്റൻഡ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ഏത് കോഴ്സിലാണ് എൻറോൾഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ SLBSൻ്റെ ഷോർട്ട് വീഡിയോസ് ഒക്കെ നമുക്ക് താഴെ കാണാൻ പറ്റും. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ ഹോം പേജ് വരുന്നത്. ദെൻ നമ്മൾ കോഴ്സസ് എടുത്തു കഴിഞ്ഞാൽ സിലബസ്, സബ്ജക്ട്സ്, വീഡിയോസ്, കോഴ്സ് പ്രൊഫൈൽ, സർട്ടിഫിക്കേഷൻസ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പോൾ നമ്മൾ ഏത് കോഴ്സാണോ അതിൻ്റെ സിലബസ് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ഓരോ സിലബസ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ലൈക്ക് മൊഡ്യൂൾ 2 അതിനകത്തുള്ള കോണ്ടൻസ്, മൊഡ്യൂൾ 3 അതിനകത്തുള്ള കോണ്ടൻസ്, ഇതെല്ലാം നമുക്ക് അതിൽ സിലബസ് വൈസ് കാണാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് നമുക്ക് സബ്ജക്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് സബ്ജക്റ്റ് ആണോ ഉള്ളത്, ഇപ്പോൾ ഇവിടെ എനിക്ക് പൈത്തൺ ഫുൾ സ്റ്റാക്ക് ആണ്. അപ്പോൾ ഓരോ കോഴ്സസിനും അതിൻ്റെതായ സബ്ജക്ട്സ് ഉണ്ടാവും. സോ അതിനകത്ത് നമുക്ക് ആ ഒരു ബാച്ച് ഓവർവ്യൂ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ അസൈൻമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ PDF അത് കാണാൻ പറ്റും. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് അസൈൻമെൻറ്റ് വ്യൂ ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് എന്താണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ താഴെ കണ്ടോ ആഡ് വർക്ക് എന്നും പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫയൽസ് അവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇവിടെ ഒരു സ്റ്റേറ്റസ് ചെക്കർ ഉണ്ട്. അതായത് നമുക്ക് പെൻഡിങ് ഇപ്പോൾ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു പെൻഡിങ് സ്റ്റേറ്റസ് മാറിയിട്ട് വ്യൂഡ് കറക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് അസൈൻമെൻറ്റ്സിൻ്റെ കേസ്. ദെൻ നെക്സ്റ്റ് നമുക്ക് മെറ്റീരിയൽസ്, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എടുക്കുന്ന മൊഡ്യൂൾസ്, PPT, PDF, ആ മെറ്റീരിയൽസ് ഒക്കെ ഫാക്കൽറ്റീസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇവിടെ അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് നമുക്ക് സബ്ജക്ട്സിൽ വരുന്നത്. ദെൻ കമ്മിങ് ടു വീഡിയോസ്, നമുക്ക് അവിടെയുള്ള റെക്കോർഡഡ് സെഷൻസ്, റെക്കോർഡഡ് വീഡിയോസ് നമുക്ക് അവിടെ വിസിബിൾ ആയിരിക്കും. സോ ഓരോ വീക്കിലെയും വീഡിയോസ് നമുക്ക് അൺലോക്ക് ചെയ്തിട്ടായിരിക്കും വരിക. ഫസ്റ്റ് വീക്കിലുള്ള വീഡിയോസ് അവിടെ അൺലോക്ക് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് തുടങ്ങുന്ന സമയത്ത് ആ ഓരോ വീക്കിലുള്ള വീഡിയോസ് നമുക്ക് അവിടെ അൺലോക്ക് ചെയ്ത് കിട്ടും. ദെൻ ഓരോ മൊഡ്യൂൾ വൈസ് നമുക്ക് മൊഡ്യൂൾ ചൂസ് ചെയ്യാം. മൊഡ്യൂൾ 1 ബേസിക്സ് ആണ്, മൊഡ്യൂൾ 2 ഇപ്പോൾ ഏത് മൊഡ്യൂളാണോ കണ്ടോ ഇവിടെ നമുക്ക് ആ ഒരു വീക്ക് 4ലാണ്, അതിപ്പോൾ ലോക്കാണ്. സോ ആ വീക്ക് 4 എത്തുന്ന ടൈമിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ആ ഒരു വീഡിയോ അൺലോക്ക് ചെയ്ത് വരുന്നത്. ദെൻ നമുക്ക് കോഴ്സ് പ്രൊഫൈൽ, നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കോഴ്സ് പ്രൊഫൈലിൽ കാണാനായിട്ട് പറ്റും. ദെൻ കമ്മിങ് ടു സർട്ടിഫിക്കേഷൻ, നമുക്ക് എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണ് ആ ഒരു കോഴ്സിൽ വരുന്നത്. ഓരോ കോഴ്സിനും ഓരോ സർട്ടിഫിക്കേഷൻസ് ആയിരിക്കും. സോ ആ എല്ലാ സർട്ടിഫിക്കേഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് ഒരു ബേസിക് ഓവർവ്യൂ നമുക്ക് ആ ഒരു ബാച്ച്, ആ ഒരു കോഴ്സിനെ സംബന്ധിച്ച് വരുന്നത്. ദെൻ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലോട്ട് വരുമ്പോൾ നമുക്ക് താഴെ നോട്ടീസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. സോ ഫാക്കൽറ്റീസ് അപ്ലോഡ് ചെയ്യുന്ന നോട്ടീസ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഫീ പെൻഡിങ് സ്റ്റേറ്റസ്, ദെൻ എന്തെങ്കിലും ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, ഇതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പ്ലാനർ ആണ്. നമുക്ക് അക്കാഡമിക് പ്ലാനർ, നിങ്ങളൊരു കോഴ്സ് എൻറോൾ ചെയ്ത് ആ ഒരു കോഴ്സിൻ്റെ എൻഡ് ഡേറ്റ് വരെയുള്ള പ്ലാനേഴ്സ് എന്നൊക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ കാണാനായിട്ട് പറ്റും. എപ്പോഴൊക്കെയാണ് എക്സാംസ്, എപ്പോഴൊക്കെയാണ് MCQ ടെസ്റ്റ്, എപ്പോഴൊക്കെയാണ് വൈവാസ്, ഇങ്ങനത്തെയുള്ള ആ ഒരു അക്കാഡമിക് സെഷനിലുള്ള എല്ലാ പ്ലാനിങ് ആക്ടിവിറ്റീസും നമുക്കിവിടെ വിസിബിൾ ആയിരിക്കും. ദെൻ കമ്മിങ് ടു ഫിനാൻസ്, നിങ്ങളുടെ ഫീസിൻ്റെ ഡീറ്റെയിൽസ്, കോഴ്സ് എൻറ്റിയർ എമൗണ്ട് എത്രയാണ്, അഡ്മിഷൻ എമൗണ്ട് എത്രയാണ്, ഓറിയൻറ്റേഷൻ എമൗണ്ട് എത്രയാണ്, അങ്ങനത്തെ ആ ഒരു എൻറ്റിയർ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ താഴോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ത്രൂ ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണോ അത് അടച്ച ശേഷം മാത്രമായിരിക്കും നമുക്ക് നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓപ്പൺ ആയിട്ട് വരുന്നത്. സോ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ എമൗണ്ട് പേ ചെയ്യേണ്ടത്, ദെൻ ഇൻ കേസ് എമൗണ്ട് വേരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വേരി ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അടയ്ക്കുന്ന രീതിക്ക് നമുക്ക് ഈ ഒരു സ്ക്രോൾ ബാർ അവിടെ നോക്കുവാണെങ്കിൽ അത് വേരി ചെയ്യാനായിട്ട് പറ്റും. ദെൻ അതിനനുസരിച്ചിട്ട് പേ നൗ എന്ന് കൊടുക്കാം.
സോ അങ്ങനെ നമുക്ക് ഫീസ് പേ ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ. സോ ഇത് അഗെയിൻ കമ്മിങ് ബാക്ക് ടു ഹോം സ്ക്രീൻ നമുക്ക് എന്താ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ അറ്റൻഡൻസ് വ്യൂ ചെയ്യാനായിട്ട് പറ്റും ഓരോ മന്തിലും. ഇപ്പം ഇതിൽ നമുക്ക് അറ്റൻഡൻസ് ഒന്നും കാണിക്കുന്നില്ല കാരണം നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ട്. സോ അറ്റൻഡൻസ് നമുക്ക് ഓരോ ദിവസവും എന്താണ് അവിടെ ഗ്രീൻ കളറിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. ആൻഡ് ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിൽ ആ ഓരോ ഡേറ്റും ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമുക്ക് മന്ത് വൈസ് ഉള്ള അറ്റൻഡൻസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. ദെൻ കമ്മിങ് ടു സെമിനാർ. അപ്പോൾ നമുക്ക് ഓരോ കോഴ്സിനും സെമിനാർസ് ഉണ്ട്. സോ സെമിനാറിൽ നമുക്ക് ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും. ഗ്രൂപ്പിലെ ടീം മെമ്പേഴ്സിനെ കാണാൻ പറ്റും. അതിൻ്റെ റിപ്പോർട്ടൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഈ ഒരു ആപ്പിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും അസിസ്റ്റൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിലോ ഒക്കെ നമുക്ക് ആ സപ്പോർട്ടിൽ പോയാൽ മതി. അവിടെ നമുക്ക് കോൾ ചെയ്യാനും ചാറ്റ് സപ്പോർട്ടും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും ഒക്കെ. ദെൻ നമുക്കിവിടെ നമ്മുടെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പിക്ക് വല്ലതും നമുക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്കിതെല്ലാം റീഡ് ചെയ്ത് നോക്കാം. ദെൻ അത് കൂടാതെ പ്രൈവസി പോളിസി, ദെൻ എനിക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് പാസ്വേഡ് സെൻഡ് ചെയ്ത് തരുന്നതാണ്. സോ ഇൻ കേസ് പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് പാസ്വേഡിൽ പോയാൽ മതി. ദെൻ ആപ്ലിക്കേഷൻ്റെ ലോഗ് ഔട്ട്. ഇതാണ് ബേസിക്കായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത്. So this is all about SLBS LMS application. Thank you.